തൃശൂരിലെ കോൺഗ്രസിനുള്ളിൽ പോര് തുടരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നത നേതാക്കൾക്ക് പരാതി നൽകി KPCC സെക്രട്ടറി. ഒല്ലൂരിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാജി കോടൻകണ്ടത്താണ് AICC KPCC നേതാക്കൾക്ക് പരാതി നൽകിയത്. ഷാജിക്കെതിരെ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളും KPCCക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഈ കോൺഗ്രസിനുള്ളിൽ, തൃശ്ശൂരിലെ കോൺഗ്രസിനുള്ളിൽ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല ഈ ചക്രത്തി പോരാട്ടം. ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച, ഒല്ലൂരിൽ മത്സരിച്ച ആൾ തന്നെയാണ് അവിടുത്തെ നേതാക്കൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നത്. മറിച്ച് ഷാജിക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഷാജിയുടെ കാര്യം കഷ്ടത്തിലാകും, അങ്ങനെയാണോ സാനു? വിനോദ്, രാഖി, എന്തായാലും കഴിഞ്ഞ കുറേ കാലമായിട്ട് തുടരുന്ന ആ ഒരു ഗ്രൂപ്പിസം അത് വേറൊരു തലത്തിലേക്ക് മാറുകയാണ് തൃശ്ശൂരിലെ കോൺഗ്രസിൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പോസ്റ്റർ യുദ്ധത്തിൻ്റെ ക്യാപിറ്റലാണ് തൃശ്ശൂർ കോൺഗ്രസിനുള്ളിൽ. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പിസത്തിൻ്റെയും ഒരു തലസ്ഥാനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഷാജി കോടൻകണ്ടത്ത്, അദ്ദേഹം KPCCയുടെ സെക്രട്ടറിയാണ്. ഈ ഷാജി കോടൻകണ്ടത്ത് ഈ ഒല്ലൂരിലുണ്ടായ പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ തനിക്കെതിരെ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും അടക്കം നിലവാരമില്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു, അതല്ലെങ്കിൽ തൻ്റെ തോൽവിക്ക് കാരണക്കാർ അവരൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KPCC പ്രസിഡന്റും അതേപോലെ തന്നെ AICCക്കും പരാതി നൽകിയിരുന്നു. KC വേണുഗോപാലിനാണ് പരാതി നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്ന വേളയിലാണ് ഷാജി കോടൻകണ്ടത്തിനെതിരെ DCCയുടെ ഭാരവാഹികളടക്കം KPCC നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുള്ളത്. ഇരു കൂട്ടരും അവരവരുടെ കാര്യങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് പരാതികളുമായിട്ട് പോവുകയാണ്. ഷാജി കോടൻകണ്ടത്തിന്റെ പരാതിയിൽ പ്രധാനമായും പറയുന്നത് DCC അധ്യക്ഷൻ അടക്കം തന്റെ പരാജയത്തിന്റെ ഉത്തരവാദിയാണ് എന്ന തരത്തിലാണ് ഷാജി കോടൻകണ്ടത്തിന്റെ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ പല ഭാരവാഹികളും, DCCയുടെ പല ഭാരവാഹികളും തന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തനിക്കെതിരെ പ്രവർത്തിച്ചിരുന്നതായുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നു. അതേപോലെ തന്നെ ഈ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു അവാർഡ് ദാനമൊക്കെ നടത്തിയിരുന്നു. ആ അവാർഡ് ഫംഗ്ഷനിൽ, വിതരണ പരിപാടിയിൽ അടക്കം പങ്കെടുത്തവർ പിന്നീട് തനിക്കെതിരെ പുലഭ്യം പറയുന്നു. ആ പരിപാടിയിലേക്ക് മുഖ്യാതിഥിയായി ക്ഷണിച്ചിരുന്നത് മന്ത്രി OJ ജനീഷിനെയായിരുന്നു. ആ OJ ജനീഷ് ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു വിഭാഗം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഷാജി കോടൻകണ്ടത്തിനെതിരെ മറുഭാഗവും പരാതിയായിട്ട് രംഗത്തുണ്ട്. ഷാജി കോടൻകണ്ടത്ത് പാർട്ടിയുടെ സൽപ്പേരിനടക്കം കളങ്കം ചാർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് DCC ഭാരവാഹികളടക്കം ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ രണ്ട് ചേരികളായി തിരിഞ്ഞുകൊണ്ട് വലിയ ഒരു ഗ്രൂപ്പ് പോര് അത് പരാതിയിലേക്ക് എത്തുന്നു, തെരുവിലേക്ക് എത്തുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നതാണ് തൃശ്ശൂരിൽ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ തെരുവിലേക്ക് എത്തുന്നത്. ഇത്തരത്തിലുള്ള കോഴ ആരോപണങ്ങളടക്കം ഉണ്ടായ ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. അങ്ങനെ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ അടക്കമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടം കോൺഗ്രസിനെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് തൃശ്ശൂരിലെ കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. വിനോദ്, രാഖി. അതെ.